ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇത് തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയിൽ കാഞ്ഞിരകുളം കഴിഞ്ഞിട്ട് പുറത്തിവിളയിലുള്ള ഹോട്ടൽ സായി ആനന്ദാസ് ആണ് കേട്ടോ. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത് തുടങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഊണ് എനിക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഊണുകളിൽ ഒന്നാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം കന്യാകുമാരി യാത്രയിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് AC റെസ്റ്റോറൻറ്റും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഉച്ച സമയത്താണ് ഞാനിവിടെ എത്തിയത്. ഇവിടുത്തെ ഊണ് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. 142 രൂപയാണ് ഈ ഒരു താലി മീൽസിന് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഗ്യാസിൻ്റെ ദൗർലഭ്യം കാരണം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ ഊണുകളൊക്കെ ഒരുവിധം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കടകളിൽ ഊണ് കൊടുക്കുന്നുണ്ട്, അതുപോലെ കറികളുടെ എണ്ണമൊക്കെ അവർ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കടയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ ആ രീതിയിൽ തന്നെയാണ് അവർ താലി മീൽസ് സർവ് ചെയ്യുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. നല്ല വാഴയിലയിലാണ് ഇപ്പോഴും ഊണ് വിളമ്പുന്നത്. ഈ ഒരു താലി മീൽസിൽ തൈര് ചേർത്തിട്ട് ഏകദേശം 10ഓളം കറികളുണ്ട് കേട്ടോ. കറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ റീഫിൽ ചെയ്ത് തരും. പിന്നെ വലിയൊരു അപ്പളവും കൂടെ വെച്ചിട്ടുണ്ട്. ഊണിന് നിങ്ങൾക്ക് വൈറ്റ് റൈസും റെഡ് റൈസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കറികളാണ് എടുത്ത് പറയേണ്ടത്. അന്ന് ഞാൻ വന്ന് കഴിച്ച അഭിപ്രായം പറഞ്ഞത് മെയിനായിട്ട് സാമ്പാറും പരിപ്പുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ സർവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പരിപ്പ് തന്നെ കഴിച്ചത്. പരിപ്പും പപ്പടവും കൂടെ കഴിച്ചു. നല്ല സ്വാദുണ്ട് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും കറിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. സിറ്റിയിൽ ഒരുപാട് കടകളിൽ നിന്ന് ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കടകളിൽ ഈ ഒരു താലി മീൽസുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിലൊരു കടയാണ് കേട്ടോ സായി ആനന്ദാസ്. നമ്മൾ ദൂരയാത്രയ്ക്കിടയിൽ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ കിട്ടുന്ന കടകൾ വളരെയധികം കുറവാണ്. നിങ്ങൾ കന്യാകുമാരി യാത്രയിലോ നിങ്ങൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അവിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാകും. വെളിച്ചെണ്ണയിലാണ് ഈ ഒരു അവിയൽ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ അവിയലിൻ്റെ ഒരു പ്രത്യേകത വെള്ള നിറത്തിലുള്ള അവിയലാണ്. മഞ്ഞപ്പൊടി ലെവലേശം ഇടാതെയാണ് ഈ ഒരു അവിയൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും തമിഴ്നാട് സ്റ്റൈലുള്ള കറികളാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കേരള സ്റ്റൈലും അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റൈലുള്ള കറികൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. ഇത് അവരുടെ സ്പെഷ്യൽ ഒരു പുളിയിഞ്ചിയാണ് കേട്ടോ. വല്ലാത്തൊരു രുചിയാണ്. നല്ല തേങ്ങയും വറ്റൽമുളകും പുളിയൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ചമ്മന്തി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സാമ്പാർ തന്നെയാണ്. ഓരോ കടകളിലെ സാമ്പാറും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാവും ഞാനൊരു സാമ്പാർ പ്രേമിയാണെന്ന്. നമ്മുടെ കേരള സ്റ്റൈലല്ല, തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാർ ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. കേരള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നല്ല എരിവായിരിക്കും. തമിഴ്നാട് സ്റ്റൈൽ ആകുമ്പോൾ എരിവ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ പലതരത്തിലുള്ള മസാല കൂട്ടുകൾ അവരെല്ലാം ചേർക്കുന്നുണ്ട്. അത് ഓരോ കടയിൽ പോയി കഴിക്കുമ്പോഴും നമുക്ക് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് തോന്നാറുണ്ട്. ഇവിടുത്തെ സാമ്പാർ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ മിക്കവാറും കടകളിൽ വ്യത്യസ്തമായിട്ടുള്ള കറികൾ കൂടെ കാണാം കേട്ടോ. ഇന്നിവിടെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കത്രിക്ക കുഴമ്പായിരുന്നു കേട്ടോ. മുമ്പ് വന്നപ്പോൾ ചുണ്ടയ്ക്ക കുഴമ്പായിരുന്നു, ഇന്ന് വന്നപ്പോൾ കത്രിക്ക കുഴമ്പായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാ കറികളും കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം നല്ല മധുരമുള്ള പുളിശ്ശേരിയും കൂടെ ആകുമ്പോഴാണ് ആ ഒരു ഊണിൻ്റെ ഭംഗി കൂടുന്നത്. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് പൊറുത്തിച്ചക്ക പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ പഴപ്പുളിശ്ശേരി ആയിരിക്കും, ചില സമയങ്ങളിൽ മാങ്ങാ പുളിശ്ശേരി ആയിരിക്കും. ഇന്ന് നല്ല മധുരമുള്ള പൊറുത്തിച്ചക്ക വെച്ചിട്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രസം അത് വേറെ ലെവലാണ്. രസപ്പൊടിയൊക്കെ നല്ല കായം കൂട്ടിയുള്ള രസപ്പൊടിയാണ് അവർ ഇന്നത്തെ രസത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രസവും കട്ട തൈരും പുളിശ്ശേരിയും ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു മുളകും കൂടെ അതിൻ്റെ കൂടെ ഉടച്ച് ചേർത്തിട്ട് കഴിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. തൈരും രസവും അതുപോലെ തന്നെ തൈര് മുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എരിവും മധുരവും പുളിപ്പൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലും നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ അധികം ഉള്ളത് കേട്ടോ. ഈ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ഹൈവേയിൽ 1-2 വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മികച്ച ഫുഡ് തരുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് സായി ആനന്ദാസ്. പ്രത്യേകിച്ച് ഇവരുടെ ഊണാണ് എടുത്തു പറയേണ്ടത് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12:30 മണിയാകുമ്പം ഊണ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ഹൈവേ തിരക്കുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുള്ളത്. കഴിച്ചവർ വീണ്ടും കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ മലയാളികൾ ഒരുപാട് പേരുണ്ട്. ഈ ഒരു ലൊക്കാലിറ്റിയിൽ വെജിറ്റേറിയൻ ഹോട്ടൽ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് നാട്ടുകാരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അത് ഊണ് കൊള്ളാമെന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അവസാനം ഊണ് കഴിച്ചിട്ട് നല്ല ഒരു പാൽപ്പായസം കൂടെ കഴിക്കാൻ കിട്ടി. ചൗരി പായസമായിരുന്നു കേട്ടോ. പാലും അത്യാവശ്യം നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസമായിരുന്നു. എന്തായാലും ഒരു തവണ റിവ്യൂ ചെയ്ത ഒരു ഹോട്ടൽ ഞാൻ വീണ്ടും വന്ന് റിവ്യൂ ചെയ്യാൻ കാരണം തന്നെ ഇവിടുത്തെ ഈ ഒരു ഫുഡിൻ്റെയാണ് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട.